ഹലോ, വെൽക്കം ടു നിയോ ട്യൂഷൻസ്. അപ്പൊ നമ്മൾ ഇന്ന് ചാപ്റ്റർ 1 ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ക്ലാസ് 8 CBSE ക്ലാസ് 8 ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയാണ് ഇപ്പൊ നമ്മളിപ്പോ ഇട്ടേക്കണേ. അപ്പം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോയിൽ പ്രിപ്പറേഷൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോയിൽ പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്ന ടൂൾസിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് സോയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പല ടൂൾസ് ഉണ്ടല്ലോ, അപ്പൊ അതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പം നമുക്കറിയാം അഗ്രികൾച്ചറിൽ എന്താ നമുക്ക് മെയിൻ ആയിട്ട് എന്താ വേണ്ടത്, ഒരു 7 സ്റ്റെപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കൃഷി നമുക്ക് ചെയ്യണമെങ്കിൽ 7 സ്റ്റെപ്പ് ഉണ്ടെന്ന് നമ്മളല്ലേ പറഞ്ഞു. അപ്പൊ അതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പാണ് എന്തെന്ന് പറഞ്ഞാൽ സോയില് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ സോയിലിനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് സോയിലിനെ ലൂസ് ചെയ്യണം. ഇതാണ് സോയിൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ സോയിലിനെ ലൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഒന്ന് നമുക്കറിയാം പ്ലോ എന്ന് പറയും. പ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ നിലം ഉഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളില്ലേ, അതിന് നമുക്ക് പ്ലോ എന്ന് പറയുന്നത്, ഉഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കൾട്ടിവേറ്റേഴ്സ് ഉണ്ട്, പിന്നെ സിക്കിളുണ്ട്, ഹോയുണ്ട്, സീഡ് ഡ്രില്ലുണ്ട്, ട്രാക്ടർ ഉണ്ട്. ട്രാക്ടർ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് മോഡേൺ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ട്രാക്ടർ എന്ന് പറഞ്ഞാൽ. ട്രാക്ടറിൽ അതിന്റെ ബാക്കില് സീഡ് ഡ്രില്ല് ഉണ്ടാവും. അപ്പം സീഡ് ഡ്രില്ല് ട്രാക്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന് ട്രാക്ടർ പോകുമ്പോൾ അത് ആ മെഷീനും ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഫീൽഡ് എന്ത് ചെയ്യും, നന്നായിട്ട് ലൂസൺ ചെയ്യും, മണ്ണ് നന്നായിട്ട് ലൂസൺ ചെയ്യും ഇല്ലേ. ഈ ഹോ നമുക്ക് അറിയാം എന്താ, ഹോയും സിക്കിളൊക്കെ ഒന്ന് തന്നെ ഏകദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൂമ്പാന്നൊക്കെ പറയില്ലേ, അതാണ്. ഇത് പടം ഞാൻ കാണിച്ചു തരാം കേട്ടോ, അപ്പൊ നമുക്ക് എന്താന്ന് ക്ലിയർ ആവും. ഓക്കെ. അപ്പൊ ഇത് കണ്ടോ, ഇതിനാണ് നമ്മൾ പ്ലോ എന്ന് പറയണത്. കണ്ടോ പ്ലോ, പണ്ടൊരു ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനം. അതായത് കാള, എന്നിട്ട് ഒരാളുണ്ടാവും, എന്നിട്ട് ഇത് ഇതേപോലെ, ഇത് ഭയങ്കര ഹാർഡാണ് ഈ പോർഷൻ. അപ്പം ഇതിങ്ങനെ എന്ത് ചെയ്യും, കാള പോകുമ്പം ഈ എക്യുപ്മെന്റും ഇങ്ങനെ പോവല്ലേ. അപ്പം അവിടെ എന്ത് ചെയ്യും, നമ്മുടെ അവിടെ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ കട്ട് ചെയ്തായിരിക്കും പോണം. അപ്പൊ അവിടെ ആ ടൈറ്റ് ആയിട്ട് എടുക്കുന്ന മണ്ണൊക്കെ ലൂസ് ആവും. പക്ഷെ ഒത്തിരി സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാ. ട്രാക്ടർ വന്നപ്പോ എളുപ്പമല്ലേ, കാരണം ഒത്തിരി ഈ ഡ്രിൽസ് ഉണ്ട് ട്രാക്ടറിൽ. അപ്പൊ അത് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ടൈം സേവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഒരു ട്രഡീഷണൽ മെത്തേഡ് ആട്ടോ, നമ്മൾ ഈ കാളേനെ വെച്ച് ഒഴുകണത്. ഇതിനാണ് നമ്മൾ പ്ലോ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നോക്കിക്കേ, പോ എന്ന് പറയുമ്പോൾ ഇതാ നമ്മൾ സിക്കിളൊക്കെ പറയും, നമ്മൾ ഈ തൂമ്പാന്നൊക്കെ പറയണത്. അതെ, നമുക്കിത് ഉപയോഗിക്കും. ഇതും ഒത്തിരി സമയം എടുക്കണം. പക്ഷെ എന്നാലും ഇപ്പോഴും നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സോയിലിനെ ലൂസ് ചെയ്യാം. ഒത്തിരി വാസ്റ്റ് ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ട്രാക്ടറൊക്കെ യൂസ് ചെയ്യണേ. ഇപ്പൊ പിന്നെ കണ്ടോ, കൾട്ടിവേറ്റർ എന്ന് പറഞ്ഞ ഇത് കണ്ടോ ട്രാക്ടർ. അപ്പൊ ട്രാക്ടറിന്റെ അവിടെ ഇതേപോലെ ഒരു സംഭവം വച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താ, നമുക്ക് ഒത്തിരി കണ്ടോ, ഒത്തിരി പെട്ടെന്ന് തന്നെ നമുക്ക് നിലം നന്നായിട്ട് ഉഴുകാൻ പറ്റും. ഇതിനാണ് നമ്മൾ കൾട്ടിവേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ സംഭവമൊക്കെ നമ്മൾ എന്തൊരു സിക്കിളൊക്കെ ഉപയോഗിക്കും കേട്ടോ. നമ്മൾ ഇത് സോയിലിനെ ലൂസൺ ചെയ്യാൻ, അല്ലെങ്കിൽ സോയിലിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ്. ഇതാണ് സോയിൽ പ്രിപ്പറേഷൻ. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പാണ് സോയിങ് എന്ന് പറയും. സോയിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ. എന്താന്നാ പറഞ്ഞ സോയിങ്. സോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ്, നമ്മൾ ഇപ്പം നിലമൊക്കെ നമ്മൾ നന്നായിട്ട് ഉഴുതിട്ടു, ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വിത്ത് നടണ്ടേ. അതിനെയാണ് നമ്മൾ ഈ സോയിങ് എന്ന് പറയണേ. ഈ സോയിങ് എന്താ, ക്യാൻ ബി ഡൺ മാനുവലി ഓർ വിത്ത് മെഷീൻ ലൈക്ക് സീഡ് ഡ്രില്ല് അല്ലെ. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ആൾക്കാർ തന്നെ ചെയ്യും. പണ്ടൊക്കെ എങ്ങനെയാ, മെഷീൻ ഒന്നും ഇല്ലല്ലോ, അപ്പൊ ആൾക്കാർ തന്നെ ഇങ്ങനെ നടും അല്ലെ. ഇപ്പൊ എങ്ങനെയാ, മിഷീനൊക്കെ വന്നപ്പോ എന്താ, നല്ലതായിട്ട് നമുക്ക് നല്ല യൂണിഫോം ആയിട്ട് സീഡ്സ് നമുക്ക് നടാൻ പറ്റും. ഇപ്പം സീഡ് ഡ്രില്ലൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്താ സോയിങ് നടത്താൻ പറ്റും. അങ്ങനെ പല മെത്തേഡ് ഉണ്ട് കേട്ടോ. ഒന്ന് ട്രാൻസ്പ്ലാന്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഡ്രിപ്പിംഗ് ഉണ്ട്, ഡ്രില്ലിംഗ് ഉണ്ട്. നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള മെത്തേഡ് സീഡ് ഡ്രില്ല് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ്. പിന്നെ നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ആ രണ്ടിനാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. അപ്പൊ അത് പഠിച്ചാൽ മതി. ഓക്കെ. സോയിങ് എന്താണെന്ന് അറിയാലോ. അറിയാം. അത് നമുക്ക് ആളുകൾ മാനുവലിയും ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ വെച്ചും ചെയ്യാൻ പറ്റും. അപ്പം ഈ സോയിൽ നന്നായിട്ട് ഈ ക്ലീൻ ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം, അല്ലെങ്കിൽ ഡിസീസസ് ഒന്നും ഉണ്ടാവരുത്, പാത്തോജൻസ് ഒന്നും ഉണ്ടാവരുത് നമ്മുടെ മണ്ണില്. എങ്കിലാണ് നമ്മൾ നന്നായിട്ട് വിത്ത് ഇട്ട് കഴിഞ്ഞാൽ വിത്തിന് വളരാൻ പറ്റുള്ളൂ. അപ്പൊ സോയിൽ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം. സോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ എന്താ, നമ്മൾ ഇങ്ങനെ നട്ട് കഴിയുമ്പോ എന്താ, വിത്ത് നട്ട് കഴിയുമ്പോൾ എല്ലാം കൂടെ ക്രൗഡഡ് ആക്കി നടാവോ, ഇല്ല. പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലം ഇടവിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സീഡിന് നടാൻ. കാരണം ഇത് വ്യക്തമായി കഴിയുമ്പോൾ അതിനല്ലെങ്കിൽ സ്ഥലം കിട്ടാണ്ട് വരും. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള സ്പേസ് ഇട്ടിട്ട് വേണം സീഡ് നമ്മൾ നടാൻ വേണ്ടി. അതേപോലെ പ്രോപ്പർ ഡെപ്തും സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ നടേണ്ട സീഡും എങ്ങനെയായിരിക്കണം, നല്ല ക്വാളിറ്റി ഉള്ള സീഡായിരിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം സോയിങ് ചെയ്യുമ്പോൾ. ഓക്കെ. അപ്പം നമുക്കറിയാം എങ്ങനെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സീഡിനെ സെലക്ട് ചെയ്യണേ.
നമ്മൾ കുറേ സീഡുണ്ട്. നമുക്കിപ്പോ മണ്ണൊക്കെ നമ്മൾ ഉഴുതൊക്കെ വെച്ചു, നമുക്ക് വിത്ത് നടണം, സോയിങ് ചെയ്യണം. നമ്മൾ എങ്ങനെ മനസ്സിലാക്കും സീഡ് നല്ലതാണോ മോശമാണോ എന്ന്? നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയ മെത്തേഡ് ഉണ്ട്. നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് സീഡ് ആ വെള്ളത്തിൽ ഇടണം. അപ്പൊ എന്ത് ചെയ്യും, ഈ കേട് പിടിച്ച സീഡും അല്ലെങ്കിൽ പ്രാണികൾ ഒക്കെ അറ്റാക്ക് ചെയ്ത സീഡാണെങ്കിൽ അത് എന്ത് ചെയ്യും, വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. എന്നിട്ടോ നല്ല സീഡാണെങ്കിൽ വെള്ളത്തിന്റെ താഴെ കിടക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല സീഡ് ഏതാന്ന്. അല്ലെങ്കിൽ നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് നമ്മുടെ സീഡിന്റെ സൈസും വെയിറ്റും കളറും ഒക്കെ നോക്കിയാൽ മതി. ഒക്കെ നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ സീഡ് നല്ല ക്ലീൻ ആണോ എന്ന് നോക്കാം, സീഡിന്റെ ഷേപ്പ് നോക്കുക, ടെക്സ്ചർ നോക്കുക. ഇതൊക്കെ നോക്കി നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ലേ? നമുക്ക് നമ്മുടെ ഒരു സെൻസ് വെച്ച് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും സീഡ് നല്ലതാണോ മോശമാണോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ സീഡൊക്കെ കളക്ട് ചെയ്തു കേട്ടോ. ഇനി നമുക്കിനി സീഡ് നടണം. അപ്പൊ പണ്ട് കാലത്തെ ആൾക്കാർ ഇങ്ങനെ നട്ടുകൊണ്ടിരുന്നേ, പണ്ട് കാലത്തെ ആൾക്കാർ നട്ടുകൊണ്ടിരുന്ന ട്രഡീഷണൽ മെത്തേഡാണ് എന്താ, എ ടൂൾ ഈസ് യൂസ്ഡ് ടു സോ ദ സീഡ് ട്രഡീഷണലി ദാറ്റ് ഇസ് ഫണൽ ഷേപ്ഡ്. അതായത് ഇപ്പൊ ഒരു കാളേനെ കണ്ടില്ലേ, ആ കാളയുടെ ബാക്കില് ഒരു മരം കൊണ്ടുള്ള ഒരു സംഭവം വെച്ചേക്കുന്നുണ്ടോ? അതിനകത്തൊരു ഫണല് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ ഫണലുണ്ട്, ആ ഫണലിന്റെ താഴെ ഒരു പൈപ്പും ഉണ്ട്. അപ്പൊ ഈ ഫണലിന്റെ മുകളിലേക്ക് നമ്മൾ സീഡ് ഇട്ട് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ പൈപ്പിന്റെ അവിടുന്ന് ആ ഹോളിൽ കൂടെ ഈ സീഡ് എവിടെ വരും, മണ്ണിൽ ചാടും. അപ്പൊ പ്രോപ്പറായിട്ട് സീഡ് ഇങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയായിരുന്നു പണ്ടൊക്കെ ആൾക്കാര് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും, അവര് ഇങ്ങനെ കൈ കൊണ്ട് നടും. അങ്ങനെയും ചെയ്യും കേട്ടോ. ഈ മെത്തേഡായിരുന്നു പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇപ്പോഴത്തെ മെത്തേഡ് ഏതാന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ സീഡ് ഡ്രില്ല് ഉപയോഗിച്ചിട്ടല്ലേ സീഡ് നടന്നത്. അപ്പൊ സീഡ് ഡ്രില്ല് ഉപയോഗിച്ച് നട്ട് കഴിയുമ്പോൾ എന്തായിരിക്കും, അതായത് സീഡ് സോ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്. അപ്പൊ കറക്റ്റ് പൊസിഷനിൽ നമുക്ക് സീഡിനെ വെക്കാൻ പറ്റും, കറക്റ്റ് ഡെപ്തിൽ നമുക്ക് സീഡ് നടാൻ പറ്റും, ഈവൻ ആയിട്ട് സീഡ് നടാൻ പറ്റും, പ്രോപ്പർ പ്ലേസ്, കറക്റ്റ് ഡിസ്റ്റൻസിൽ നമുക്ക് സീഡ് നടാൻ പറ്റും. അപ്പൊ സാധാരണ സീഡ് ഡ്രില്ല് നമ്മുടെ ട്രാക്ടറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് നടന്നത്. അപ്പം ഫണൽ ഫിൽഡ് വിത്ത് സീഡ് ആർ ലൊക്കേറ്റഡ് ടോപ്പ് ഓഫ് ദി ഡ്രില്ല്. ഈ ഡ്രില്ലിന്റെ മുകളിൽ എന്താ, ഒരു സീഡ് പ്ലേസ് ചെയ്തേക്കുന്ന ഒരു ഫണലുണ്ട്. മറ്റേ പോലെ ഒരു ഫണൽ ഇതിനകത്തും ഉണ്ട്. ആ ഫണലിന്റെ ഉള്ളിൽ സീഡ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഈ സീഡ് ഡ്രില്ലിന്റെ ഇതുവഴി എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് പ്ലേസിൽ വന്ന് ചാടും. കറക്റ്റ് ഡെപ്ത്. അപ്പൊ ഇതിങ്ങനെ പോകുമ്പോൾ കറക്റ്റ് ഡെപ്തിൽ ഇത് കുഴിയും, സീഡ് അതിനകത്ത് ചാടും. അങ്ങനെ മനസ്സിലായോ? എന്നിട്ട് അത് നമുക്ക് കവർ ചെയ്ത് വിട്ടാൽ മതി. അതേപോലെ നമ്മള് ഇപ്പൊ സോയിങ് കഴിഞ്ഞു. നമ്മൾ അടുത്തത് എന്നാ ചെയ്യണേ, നമുക്കിനി വളമിട്ട് കൊടുക്കണ്ടേ? വേണം. നമ്മൾ എന്തിനാ വളം ഇടണേ? നമ്മൾ എന്തിനാ മാനുവേഴ്സ് ഫെർട്ടിലൈസേഴ്സ് സോയിൽ ഇടണേ? സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ? സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ മാനുവറും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ആഡ് ചെയ്യണേ. അപ്പം നമുക്ക് സാധാരണ മാനുവർ എന്ന് പറഞ്ഞാൽ എന്താ, മാനുവർ എവിടെ നമുക്ക് കിട്ടണേ? ഈ മറ്റേ പ്ലാന്റ്സും അനിമൽസും ഒക്കെ ഇത് ഡെത്ത് ചെയ്തിട്ട് ഡീക്കേ ചെയ്ത് കിടക്കുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ എന്തായിട്ട് മാറും, മാനുവർ ആയിട്ട് മാറും. അപ്പം അത് സോയിലിന്റെ മൈക്രോ ഓർഗാനിസത്തിന് എമൗണ്ട് കൂട്ടാനും വാട്ടർ അവിടെ റീറ്റെയിൻ ചെയ്യുന്ന കപ്പാസിറ്റി കൂട്ടാനും അതുപോലെ സോയിലിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, ഈ മാനുവർ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? പക്ഷെ എന്താ ഡിഫിക്കൽറ്റി, നമുക്ക് ഒന്നാമത് ഈ മാനുവർ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയി അത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്താ, നമുക്ക് ലാബ് സ്പെസിഫിക് ന്യൂട്രിയൻ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് കറക്റ്റ് ഇപ്പൊ എനിക്ക് എന്റെ മണ്ണിലെ പൊട്ടാഷ്യം കുറവാ, എന്റെ മണ്ണിലെ നൈട്രജൻ കുറവാ. അപ്പൊ ഞാൻ ഈ മാനുവർ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് നൈട്രജൻ മാത്രമുള്ളത് അങ്ങനെയല്ലല്ലോ, നമ്മൾ കുറെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു സ്പെസിഫിക് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഫെർട്ടിലൈസർ നമ്മൾ വരും ഇല്ലേ, നൈട്രജീനിയസ് ഫെർട്ടിലൈസർ, അങ്ങനെ ഫെർട്ടിലൈസർ അപ്പൊ ആഡ് ചെയ്യും. നമുക്ക് ഫെർട്ടിലൈസർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ മാനുവർ ഉപയോഗിക്കുന്നേക്കാളും കൂടുതൽ നമുക്ക് ഈൽഡ് കൂട്ടാൻ പറ്റും. പക്ഷെ ഈ ഫെർട്ടിലൈസേഴ്സിന് എന്തായിരിക്കും, ഒത്തിരി ദോഷമുണ്ട്. എന്തൊക്കെ ദോഷമായിരിക്കും ഉള്ളത് നമുക്ക് നോർമലായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒന്നാമത് ഈ ഫെർട്ടിലൈസർ നമ്മൾ ഇങ്ങനെ പറമ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഈ വാട്ടർ ആ ഫെർട്ടിലൈസറിനെ വാഷ് ചെയ്ത് കൊണ്ടുപോകും വാട്ടർ. എന്നിട്ട് പുഴയ്ക്കിടെയൊക്കെ ഫെർട്ടിലൈസർ പോകും. അപ്പൊ ആ പുഴയിലുള്ള ഓർഗാനിസംസ് ഒക്കെ അതൊക്കെ എന്ത് ചെയ്യും, ചത്തുപോകും. പിന്നെ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ പൊല്യൂട്ടഡ് ആവും, അങ്ങനെയൊക്കെ വരും. പിന്നെ അതുപോലെ നമ്മുടെ സോയിലിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നശിച്ചു പോകാൻ ഇത് കാരണവും സോയിലിന്റെ ഫെർട്ടിലിറ്റി പതുക്കെ കുറയും. പിന്നെ എന്താ, ഒന്നാമത് ഫെർട്ടിലൈസേഴ്സിന് ഇത്തിരി എക്സ്പെൻസീവ്. അപ്പൊ സാധാരണ കൃഷിക്കാർക്ക് അത് വാങ്ങാന്ന് പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും, കാരണം നല്ല വില കൂടുതലല്ലേ. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ കുറച്ച് നാളത്തേക്കുള്ള ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഇതിനുള്ളൂ. പിന്നെ സോയില് ചിലപ്പോൾ ഒന്നും ഭയങ്കര അസിഡിക്കോ ഭയങ്കര ആൽക്കലി ആ ഒരു ടൈപ്പ് ഒക്കെ ആക്കി ഇത് മാറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം. നമ്മൾ ഇന്നിപ്പോ പറഞ്ഞ എന്താ, സോയിങ് അല്ലേ പറഞ്ഞത്. സോയിങ് പറഞ്ഞു,
പിന്നെ സോയിങ്ങിന് ഉപയോഗിക്കുന്ന ട്രഡീഷണൽ മെത്തേഡും പറഞ്ഞു, മോഡേൺ മെത്തേഡ് സീഡ്രില് ട്രാക്ടറിൽ കണക്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അതിന് പിന്നെ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു, എന്താ പറഞ്ഞേ, ഫെർട്ടിലൈസേഴ്സ് മാനുവറും ആഡ് ചെയ്യണം എന്നുള്ള സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ മാനുവർ എന്താന്ന് പറഞ്ഞു, ഫെർട്ടിലൈസർ എന്താന്ന്. മാനുവർ എന്താന്ന് നമ്മൾ പറഞ്ഞേ, ഡെത്ത് ആൻഡ് ഡീകെ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിൽ നിന്ന് കിട്ടുന്നതാണ് മാനുവർ. നമ്മൾ എക്സാമ്പിള് കൗഡങ് ഒക്കെ ഒരു മാനുവർ അല്ലേ. അതുപോലെ പച്ചിലവളം എന്നൊക്കെ പറയില്ലേ, ഗ്രീൻ കമ്പോസ്റ്റ്, അതൊക്കെ ഒരു മാനുവർ ആണ്. ഫെർട്ടിലൈസർ എങ്ങനെയാ, ഫെർട്ടിലൈസർ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു സ്പെസിഫിക് ന്യൂട്രിയൻസ് എന്തെങ്കിലും കുറവ് മണ്ണിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫെർട്ടിലൈസർ ഉപയോഗിച്ചാൽ നികത്താൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഫെർട്ടിലൈസർ ഉപയോഗിച്ച് എന്താ കുറെ ദോഷം ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെ ദോഷ പറഞ്ഞേ, സോയിലിന്റെ ഫെർട്ടിലിറ്റി പതുക്കെ പതുക്കെ കുറയും, എക്സ്പെൻസീവ് ആണ്, എല്ലാവർക്കും വാങ്ങാൻ പറ്റണമെന്നില്ല ഫാർമേഴ്സിന്. അതേപോലെ പൊല്യൂഷൻ കൂട്ടും. പിന്നെ നമ്മുടെ സോയില് ചിലപ്പോ ഭയങ്കര അസിഡിക്കോ ഭയങ്കര അൽക്കലിനാവും. പിന്നെ നമ്മുടെ സോയിലുള്ള കുഞ്ഞു കുഞ്ഞു മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും, ദോഷമായിട്ട് മാറും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും വരും ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി ഇന്നത്തെ ക്ലാസ്? നമ്മൾ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യണോളൂ. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഈസി ചാപ്റ്റർ. നമ്മൾ തന്നെ ഒന്ന് ഇങ്ങനെ മനസ്സിലെത്തി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫെർട്ടിലൈസേഴ്സിന്റെ ഡിസഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ പഠിക്കണം. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ അത്. അപ്പം നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം ഓക്കെ, ബൈ.